25-26 ഒക്കെ ശരിക്കും ഇപ്പോൾ ഒരു ഏജ് അല്ല. ഇന്നത്തെ കാലത്ത് കല്യാണം തന്നെ കഴിക്കുന്നത് നമ്മൾ 29 അല്ലെങ്കിൽ 30 വയസ്സായി കഴിഞ്ഞിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് ഒരേ പ്ലേറ്റിന് 2 പേര് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് തടി കുറവായിരിക്കും, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നല്ല തടിയായിരിക്കും. ബൈ നേച്ചേഴ്സ് ലോ നമ്മുടെ യൂട്രസിന് ഒരു ഒറ്റ ബേബീൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ഒരു ശക്തിയുള്ളൂ. അപ്പോൾ ട്വിൻസ് തന്നെ ഒരു അഡീഷണൽ റിസ്ക് ആണ്. ദ തിങ് ഇസ് 3 മാസം ആകുമ്പോഴത്തേക്ക് എല്ലാ പ്രോബ്ലംസ് വരാം. ദ പ്രോബ്ലംസ് വിൽ കം ആസ് ദ ബേബീസ് ഗ്രോ. ഡൗൺ സിൻഡ്രോമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇഫ് യു എവർ സീൻ ബേബീസ് വിത്ത് ഡൗൺ സിൻഡ്രോം, അവർക്ക് അംഗവൈകല്യമൊന്നും ഉണ്ടാവില്ല. അവരുടെ മേജർ പ്രശ്നമാണ് അവരുടെ മെൻറ്റൽ IQ. അത് ഭയങ്കര ലോ ആണ്. അമ്മയാവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളും ടെൻഷനുകളും ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാത്തിനും ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഹെൽത്ത് പ്ലസിലുള്ളത് ഡോക്ടർ മീനു ബത്ര, കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ്, ഫീറ്റോ മെറ്റേണൽ ഡിപ്പാർട്ട്മെൻറ്റ്, CIMAR ഹോസ്പിറ്റൽ. ഡോക്ടർ, ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇപ്പം ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഫീറ്റൽ മെഡിസിനെ കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. കാരണം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കുഞ്ഞിക്ക് ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പക്ഷേ ദാറ്റ് ബേബി ഓൾസോ ഹാസ് എ റൈറ്റ് ടു ലൈഫ്. അത് കുറേ നാളത്തേക്ക് കുറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അഡൾട്ട് മെഡിസിൻ പോലെ തന്നെ ഫീറ്റൽ മെഡിസിൻ ഇസ് എ ബ്രാഞ്ച് വെയറിൻ വി ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ ബേബീസ്. വയറിൻ്റെ ഉള്ളിലിരിക്കുന്ന ബേബീസിൻ്റെ ഹെൽത്തും അവർക്ക് വരുന്ന കോംപ്ലിക്കേഷൻസും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. ഈ എല്ലാ കാര്യങ്ങൾ ഈ ഫീറ്റൽ മെഡിസിൻ്റെ അണ്ടർ വരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഫീറ്റൽ മെഡിസിൻ നമ്മൾ നോർമലി ഒരു സ്കാനിങ് ചെയ്യുന്നത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതോ ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണോ ഇങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്കുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഒരു സാധാ ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു ചോദ്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി എ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് ഇസ് ബെറ്റർ. ബിക്കോസ് അവരുടെ ഉള്ള ആ ഒരു ട്രെയിനിങ്, ഒരു എക്സ്പെർട്ടീസ് ഇസ് ഡെഫിനറ്റ്ലി മോർ. അപ്പോൾ ഇത് സംബന്ധമായിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടെങ്കിൽ ഒരു ജനറൽ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ഗൈനക്കോളജിസ്റ്റ് കാട്ടി എപ്പോഴും ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിനാണ് നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഒരു പേരൻസ് ഒരു നോർമൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്, അവർ സ്കാൻ ചെയ്തു. സ്കാൻ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കലി ഒരു റിപ്പോർട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ടേംസോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവുമോ? ബിക്കോസ് ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഒരു ഫീറ്റൽ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നില്ല, അപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും ട്രിഗറിങ് സംഭവങ്ങൾ അതിൽ വരുന്നുണ്ടോ? യൂഷ്വലി ഇപ്പം എങ്ങനെയാ വെച്ചാൽ അത്യാവശ്യം ഒരു അവയർനെസ് മെഡിക്കൽ ഫ്രെറ്റേണിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രഗ്നൻസീസ്, എല്ലാ സ്കാനിങ് ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചിലപ്പോൾ അവർക്ക് റെഫർ ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. മാത്രമല്ല ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിനെ അപ്പോൾ പിന്നെ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കും കോംപ്രമൈസ് ആവും. അപ്പോൾ ഒരു യൂഷ്വൽ ട്രെൻഡ് എങ്ങനെയാ വെച്ചാൽ മിക്ക ഹോസ്പിറ്റൽസിൽ ദർ വിൽ ബി ഒരു ജനറൽ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, അത്യാവശ്യം അവർക്കൊരു ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും അവർക്ക് ഡൗട്ട്സ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് അയക്കുമ്പോൾ അവരെ താഴെ എഴുതി വിടും, ഇതിൽ വി നീഡ് എ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ യൂഷ്വലി ഫീറ്റൽ മെഡിസിൻസ് എക്സ്പേർട്സ് ഒരു റെഫറൽ ഡോക്ടേഴ്സ് ആയിട്ടാണ്, സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടേഴ്സ് ആയിട്ടാണ് വരാം. ഒരു ഫസ്റ്റ് ലെവലായിട്ട് എല്ലാവരും ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിന്റെ അടുത്ത് പറയുമ്പോഴാണ് സെക്കൻഡ് ഒപ്പീനിയൻ, ഇതിൽ ഇനി എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ശരിക്കും ഇത് അങ്ങനെ തന്നെയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട്. ഒരു ഏജ് ഒക്കെ ഇതിനൊരു ഫാക്ടർ ആണോ? അതായത് ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി, ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും 25 ഇയേഴ്സിന് ശേഷമാണല്ലോ പ്രഗ്നൻസി വരുന്നത്. എനിക്ക് 27, 28, 30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നോർമലി ഒരു ചെറിയൊരു, അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ശരിക്കും ഈ കുട്ടിയുടെ ഹെൽത്തിന് ഇങ്ങനെ ഈ ഒരു ഏജ് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ബാധിക്കുന്നുണ്ടോ? 25-26 ഒക്കെ ശരിക്കും ഇപ്പോൾ ഒരു ഏജ് അല്ല. ഇന്നത്തെ കാലത്ത് കല്യാണം തന്നെ കഴിക്കുന്നത് നമ്മൾ 29 അല്ലെങ്കിൽ 30 വയസ്സായി കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇവരൊക്കെ നമ്മുടെ ഹൈ റിസ്ക് തന്നെയാണോ എന്ന് ആക്ച്വലി പറയില്ല. ബട്ട് അഗൈൻ 35ൻ്റെ മുകളിലുള്ള ആൾക്കാർ അത് ഡെഫിനറ്റ്ലി ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ് വരിക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ സ്കാനിങ് പ്രിഫറബിളി ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് ഹാൻഡ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബേബിക്ക് വരുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ ഇൻസിഡൻസും റിസ്ക്കും കൂടും. സോ അവർക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് സ്കാൻസ് വേണ്ടി വരും. പിന്നെ അവരുടെ സ്കാൻസിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഒരു 35, ഞാൻ 25 അബവ് അല്ലെങ്കിൽ 27 അബവ് ഇല്ലെങ്കിൽ ഒരു 35 അബവ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് 2 സ്കാനിങ്, അത് ഏതാ 3 മാസത്തെ സ്കാനിങ് 5 മാസത്തെ സ്കാനിങ് ഷുഡ് ബി ഡൺ ബൈ എ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട്. ഓക്കെ. ചില ആൾക്കാർക്ക് ബേസിക്കലി ഒരു ഡയബറ്റിക് ഉണ്ടാവാം. അവരിപ്പോൾ 35 എന്ന് പറഞ്ഞാൽ 40 ഒക്കെ ആവുന്ന സമയത്ത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഡയബറ്റിക് അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിന്റെ ഒരു അഡ്വൈസ് എടുക്കണം നല്ലതല്ലേ? അതെ അതെ ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇപ്പോൾ അമ്മമാർക്ക് ചില സമയത്ത് പ്രഗ്നന്റ് ആവണ മുമ്പ് തന്നെ, ഇപ്പോൾ ഈ പ്രായമായി കഴിഞ്ഞ ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുന്ന മുമ്പ് തന്നെ ദിൽ ഓൾറെഡി ബി ഹാവിങ് ഷുഗേഴ്സ്. അപ്പോൾ ഈ ഡയബറ്റിക് മദേഴ്സിൻ്റെ ബേബീസിന് ഈ കോംപ്ലിക്കേഷൻസ്, അതായത് ഹാർട്ട് സംബന്ധമായിട്ട് ഡിസീസസ് അല്ലെങ്കിൽ നട്ടൽ സംബന്ധമായിട്ട് ഡിസീസസ് വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അഗെയിൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്കാനിങ് വേണം. ആൻഡ് ദെൻ അഗെയിൻ ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് എൻ്റെ അടുത്ത് പോയി സ്കാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ എല്ലാ ഹൈ റിസ്ക് കാറ്റഗറീസ്, അതായത് പ്രായമുള്ള അമ്മമാർ, പിന്നെ ഡയബറ്റീസും, അവർക്ക് BP നേരത്തെ ഉണ്ടെങ്കിൽ, പിന്നെ തൈറോയിഡ് ഇഷ്യൂസും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ നമ്മുടെ ബോഡീസിൽ ചിലപ്പോൾ ചില സമയത്ത് ഈ ആൻറ്റിബോഡീസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, നമ്മുടെ SLE അങ്ങനെയൊക്കെ പറയാം. അതിൽ ഇവർക്ക് ഈ നേരത്തെ പല പ്രാവശ്യം അബോർഷനായി കാണും. അപ്പം അങ്ങനത്തെ ഹൈ റിസ്ക് കേസസിൽ ഡെഫിനറ്റ്ലി ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എപ്പോഴും നല്ലതാണ്, അവർക്ക് ബെനിഫിഷ്യലാണ്. അതേസമയത്ത് ഒരു ലോ റിസ്ക് ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്കെ, ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഒരു ജനറൽ ക്ലിനിഷ്യൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് സ്കാൻ കാര്യങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഈ ട്വിൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് എപ്പോഴും സേഫർ നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്കാനിങ് ഇതിലേക്ക് പോകുന്നതല്ലേ? ഇപ്പം ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വരാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ശരിക്കും റിസ്ക് അല്ലേ അതിൽ എല്ലാ ബേബിയും കൂടെ നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട്? ട്വിൻസ്, അതായത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഡെഫിനറ്റ്ലി നമ്മുടെ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ ഹാൻഡ്സിൽ തന്നെ വേണം. ഈ ട്വിൻസ് തന്നെ പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ട്വിൻസ് വരാം. ഒരു കോമൺ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാവും, ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാവും. നൗ ട്വിൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിസ്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കോംപ്ലിക്കേഷൻസിൻ്റെ റിസ്ക് കൂടുതലാണ്. സോ അഗെയിൻ ദീസ് ആർ ദ കൈൻഡ് ഓഫ് പ്രഗ്നൻസീസ് വിച്ച് നീഡ് ടു ബി ഹാൻഡിൽഡ് ബൈ എ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട്. പക്ഷേ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ തന്നെ there are certain set of complications that can happen very commonly. Because identical twins സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് പ്ലാസെൻറ്റ ഒന്നുള്ളൂ. സോ അവരെ തമ്മിൽ എപ്പോഴും ഒരു ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഒരു ബ്ലഡ് ഷെയറിങ് ഉണ്ടാവും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ബ്ലഡ് ഷെയറിങ് അവർക്ക് ചില കോംപ്ലിക്കേഷൻസ് വരാം. ഇറ്റ്സ് ലൈക്ക് ഒരേ പ്ലേറ്റിന് 2 പേര് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് തടി കുറവായിരിക്കും, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നല്ല തടിയായിരിക്കും. അപ്പോൾ സോ ആ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഏകദേശം അങ്ങനെയാണ്. അവരെ തമ്മിൽ ബ്ലഡ് ഷെയറിങ്, കുറച്ച് ബ്ലഡ് ഷെയർ കിട്ടുന്ന ആളിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും, കൂടുതൽ ബ്ലഡ് ഷെയർ കിട്ടുന്ന ആളുടെ ഗ്രോത്ത് കൂടുതലായിരിക്കും, ഓർ ആവറേജ് നോർമൽ ഗ്രോയിങ് ബേബീൻ്റെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കോംപ്ലിക്കേഷൻ ആഫ്റ്റർ സർട്ടൺ സ്റ്റേജ് ആ ചെറിയ ആൾക്ക് നല്ല രീതിയിൽ ബാധിക്കാം. ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദറ്റ് ബേബി ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാൻ ലീഡ് ടു ന്യൂറോളജിക്കൽ ഡാമേജ് ടു ദ അതർ ബേബി. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ വലിയ ആൾക്കാരിൽ കീ ഹോൾ സർജറി ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരു ചെറിയ ലാപ്രോസ്കോപ്പ്, ഒരു ചെറിയ ഫീറ്റോസ്കോപ്പ് ആണ് നമ്മൾ പറയുക. അത് ഫീറ്റോസ്കോപ്പ് ചെയ്യുന്നത് നമ്മൾ നോർമലി യൂട്രസിന്റെ, അതെ, അമ്മേൻ്റെ വയറ് വഴി തന്നെ യൂട്രസ് വഴി ആ ചെറിയൊരു ഫീറ്റോസ്കോപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് വി യൂസ് എ ലേസർ ഫൈബർ. എന്നിട്ട് ആ ലേസർ എനർജി ഉപയോഗിച്ചിട്ട് ഈ അവരെ തമ്മിലുള്ള ബ്ലഡ് ഷെയറിങ്ങിൻ്റെ കണക്ഷൻസ് നമുക്ക് കരയിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് 2 different people living in 2 different rooms having their own supplies. പക്ഷേ ഈ പ്രൊസീജിയർ ചെയ്താലും ദ സക്സസ് ഇസ് ഓൺലി അറൌണ്ട് 60 to 70%. പക്ഷെ മനസ്സിലാക്കണം എന്താ വെച്ചാൽ നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ there is 100% റിസ്ക് 2 ബേബീസും തമ്മിൽ ഇങ്ങനെ ഐഡന്റിക്കൽ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചാൻസസ് ഉണ്ടോ? ഒരു 15%, 10 to 15% കേസസിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ എപ്പോഴും സജസ്റ്റ് ചെയ്യും ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ സ്കാനിങ് ഷുഡ് ബി ഡൺ ബൈ എ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട്. ആൻഡ് എല്ലാ 2 ആഴ്ചയിലും നമ്മൾ അവരെ സ്കാൻ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതേ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു ട്രിപ്ലെറ്റ്സിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ട്രിപ്ലെറ്റ്സും അല്ലെങ്കിൽ ക്വാഡ്രുപ്ലെറ്റ്സ്, അതായത് 4 ബേബീസ് എൻ്റെ വയറിൻ്റെ ഉള്ളിലുണ്ട്, കേൾക്കുമ്പോൾ നമുക്കൊരു പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. പക്ഷേ ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ നമുക്കത് ഭയങ്കര സ്ട്രെസ്സുള്ള കാര്യമാണ്. ബിക്കോസ് ബൈ നേച്ചേഴ്സ് ലോ നമ്മുടെ യൂട്രസിന് ഒരൊറ്റ ബേബീൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ഒരു ശക്തിയുള്ളൂ. അപ്പോൾ ട്വിൻസ് തന്നെ ഒരു അഡീഷണൽ റിസ്ക് ആണ്. പിന്നെ നമ്പർ ഓഫ് ബേബീസ് കൂടുന്നതോറും ആ റിസ്ക് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രസവിക്കാനുള്ളത്, വളരെ നേരത്തെ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേബി പോലെ കിട്ടത്തില്ല. സോ അങ്ങനത്തെ കേസസിൽ വാട്ട് വി ഡു ഇസ് വി ഗിവ് അവർ പേഷ്യൻസ് an option of something called as selective fetal reduction.
ഓക്കെ. അതേതാ നേരത്തെ തന്നെ ഒരു 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഒരു 3-ാം മാസം ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ബേബീൻ്റെ മേജർ പാർട്സ് എല്ലാം ഫോം ആവും. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം കേൾക്കുമ്പോൾ ഇറ്റ് സൗണ്ട്സ് റൂഡ്, ബട്ട് വി ഗിവ് ആർ പേഷ്യൻസ് എൻ ഓപ്ഷൻ. നമുക്ക് ഇപ്പോൾ ട്രിപ്ലെറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ബേബീനെ കുറച്ചിട്ട് ദേ ക്യാൻ കണ്ടിന്യൂ ആസ് എ ട്വിൻ പ്രഗ്നൻസി. കാരണം ട്വിൻസ് റിസ്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സക്സസ്ഫുള്ളി ഇതിൽ എങ്ങനെ ഡിസൈഡ് ചെയ്യും? നമുക്കത് സ്കാൻ ചെയ്യുമ്പോൾ ഏത് ബേബിക്കാണ് അങ്ങനെ കുറവെന്ന് അറിയാൻ പറ്റുമോ, അതോ നമ്മൾ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞ 3-ാം മാസത്തെ സ്കാനിങ്ങിലാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുക. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വാട്ട് വി ഡു ഇസ് നമ്മുടെ ബേബീൻ്റെ സൈസ് നോക്കും, എന്തെങ്കിലും മേജറായിട്ട് അംഗവൈകല്യമുണ്ടോ നോക്കും. ആൻഡ് ഇഫ് വി ഫൈൻഡ് ദറ്റ് ഒരു ബേബി ഭയങ്കര ചെറുതാണ് അല്ലെങ്കിൽ ആ ബേബിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അപ്പോൾ വി ഡിസൈഡ് ടു റിഡ്യൂസ് ദാറ്റ് ബേബി. പക്ഷെ അല്ല, 3 പേര് ഒരേപോലെ വളരുന്നുണ്ട്, അപ്പോൾ then we reduce the baby that is the most easily accessible. പക്ഷേ it is the safest time to do that procedure. ആ സമയത്ത് നമുക്ക് സൈക്കോളജിക്കലി ഒരു സ്ട്രെസ് വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പേരൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുമല്ലോ, എൻ്റെ ബേബിക്ക് ഒരു പ്രോബ്ലം ഇല്ല, സോ ദെൻ വൈ ഷുഡ് ഐ ഗോ ഫോർ ഇറ്റ്. ബട്ട് ദ തിങ് ഇസ് 3-ാം മാസം ആകുമ്പോഴത്തേക്ക് എല്ലാ പ്രോബ്ലംസ് വരാം. ദ പ്രോബ്ലംസ് വിൽ കം ആസ് ദ ബേബീസ് ഗ്രോ. ബിക്കോസ് നമ്മുടെ യൂട്രസിന് വെയിറ്റ് താങ്ങാൻ പറ്റില്ല, മദറിന് ഡിസ്കംഫർട്ട് കൂടും. പിന്നെ ഈ 3 ബേബീസ് ആകുമ്പോൾ മദറിന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്, ഷുഗറും BP, ഓൾ ദീസ് തിങ്സ്. സോ ആ സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അവൈലബിൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് മൊത്തത്തിൽ പ്രഗ്നൻസി പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ യൂഷ്വലി ട്വിൻസിൻ്റെ മേലെ മോർ ദാൻ 2 ബേബീസ് ഉണ്ടെങ്കിൽ ഒരു 3rd month ആകുമ്പോഴത്തേക്കും വി ഡിസ്കസ് ദീസ് ഓപ്ഷൻസ് വിത്ത് ദ കപ്പിൾ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻ അവർക്ക് എടുക്കാനുണ്ടെങ്കിൽ വി ഡു ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെ എടുക്കാതെ പ്രസവിച്ച് പോകുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട്? അതോ നമ്മളിങ്ങനെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പിന്നെ അതൊരു ചാൻസ് ആണല്ലോ, അതെ, 3 പേരെയും കിട്ടാണ്ടാവാം എന്നുള്ളൊരു ചാൻസ് പറയുമ്പോൾ എങ്ങനെയാണ് പേരൻസിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ? ട്രിപ്ലെറ്റ്സ് ആകുമ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ട്. ദേ ക്യാൻ കണ്ടിന്യൂ ആസ് ട്രിപ്ലെറ്റ്സ് ഓർ ദേ ക്യാൻ റിഡ്യൂസ് 1 ആൻഡ് കണ്ടിന്യൂ ആസ് ട്വിൻസ്. പക്ഷേ വെൻ ഇറ്റ് ഇസ് മോർ ദാൻ 3, അത് വളരെ റെയർ ആണ്. പക്ഷേ വെൻ ഇറ്റ് ഇസ് മോർ ദാൻ 3, then definitely they have to go for this procedure. Then they do not have a choice because ഈ ന്യൂസ് പേപ്പറിൽ മാത്രം നമ്മൾ വായിക്കാറുള്ളൂ 5 കുഞ്ഞുങ്ങൾ പ്രസവിച്ചു ഒരു കുഴപ്പമില്ലാണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ന്യൂസ് യു ആർ റീഡിങ് വൺസ് ഇൻ 5 years or once in 10 years. So that is how rare it is. കൂടുതൽ സാധ്യത ആണ് that if you just continue it like that you may end up losing the whole pregnancy. So triplets ആകുമ്പോൾ yes they have a choice. ഒരു I would say ഒരു 20-30% കേസസിൽ we have patients where they don't want to undergo the procedure. ട്രിപ്ലെറ്റ് ആയിട്ട് അവരെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അങ്ങനത്തെ കേസസിൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ജേർണി ബിക്കോസ് ആ ഒരു ബെഡ് റെസ്റ്റും പിന്നെ വയറ് വലുതാവുന്നതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, നമുക്ക് സ്കാനിങ്ങിന് പറഞ്ഞ ബുദ്ധിമുട്ട്, എവറിത്തിങ് ദേ ഹാവ് ടു ഫേസ്. ഇപ്പോൾ ഈ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏത് സ്കാനിലാണ് ബേബിയുടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏത് 3 മാസത്തെ സ്കാനിങ്ങിനാണ്? മേജർ അബ്നോർമാലിറ്റീസ്, അതായത് ബ്രെയിനിൻ്റെ മേജർ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ മേജർ അബ്നോർമാലിറ്റീസ്, കൈ കാൽ ഇല്ല, അങ്ങനത്തെ മേജർ അബ്നോർമാലിറ്റീസ് നമുക്ക് 3rd month കണ്ടുപിടിക്കാം. പക്ഷേ ഒരു 90% അംഗവൈകൽ നമുക്ക് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ബ്രെയിൻ്റെ എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ടാണല്ലോ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും അല്ലേ? അല്ലേ, ഡൗൺ സിൻഡ്രോം ശരിക്കും ബ്രെയിനിൻ്റെ ഇഷ്യൂസ് ആണോ? ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. എല്ലാ ഗർഭിണികളും നമ്മുടെ അടുത്ത് സ്കാൻ ചെയ്യാൻ വരുമ്പോഴേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡോക്ടർ എല്ലാം നോർമൽ അല്ലേ? പക്ഷെ ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പല ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. there's a difference in what is the perception of the answer that we are going to give as far as the patient is concerned and as far as the doctor is concerned. ഒരു അമ്മ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ബേബി ക്ലാസ്സിൽ ഫസ്റ്റ് ആവും, ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോർട്ട് ബാസ്കറ്റ്ബോൾ ആണെങ്കിൽ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവും, കാരണം ഡോക്ടർ പറഞ്ഞു എല്ലാം നോർമലാണ്. പക്ഷെ ഒരു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പറയണത് ബേബീൻ്റെ ഓർഗൻസും സ്ട്രക്ചറലി അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെൻ ഐ സേ ബേബീൻ്റെ ബ്രെയിനിലെല്ലാം ഓക്കെയാണ്, എനിക്ക് അവിടെ കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഓക്കെയാണ് മാത്രം പറയാൻ പറ്റുള്ളൂ. ആ മെൻറ്റൽ സ്റ്റേറ്റസ് എത്രത്തോളം ബുദ്ധി ഉണ്ടാവും അതൊരിക്കലും എനിക്ക് സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ബേബീൻ്റെ കണ്ണുണ്ട്, പക്ഷെ നാളെ ബേബിക്ക് ഏത് ക്ലാസ്സിൽ സ്പെക്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടി വരും അതൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് പാർട്ട് ഇസ് സംവെയർ വി ലൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആ പേഷ്യൻസ് ദാറ്റ് നമ്മുടെ വെൻ വി സേ ദാറ്റ് സ്കാനിങ് ഇസ് നോർമൽ, നമ്മൾ ആ സ്ട്രക്ചറൽ നോർമൽസി മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, ഫങ്ഷണൽ നോർമൽസി അല്ല. സോ വെൻ യു ടോക്ക് അബൌട്ട് ഡൗൺ സിൻഡ്രോമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇഫ് യു എവർ സീൻ ബേബീസ് വിത്ത് ഡൗൺ സിൻഡ്രോം അവർക്ക് അംഗവൈകല്യമൊന്നും ഉണ്ടാവില്ല. അവരുടെ മേജർ പ്രശ്നമാണ് അവരുടെ മെൻറ്റൽ IQ, അത് ഭയങ്കര ലോ ആണ്. സോ
ഈ ഡൗൺ സിൻഡ്രോം പറഞ്ഞ അസുഖം നമുക്ക് സ്കാനിങ് വഴി 100% കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതിൽ വാട്ട് വി ഡു ഇസ്, നൗ എല്ലാ ഗർഭിണി സ്ത്രീകൾക്ക്, വെദർ ഷീസ് എ 25-year-old or whether she's a 35-year-old, has a risk that she can have a baby with Down syndrome. Okay, അമ്മമാരുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആ റിസ്ക് കൂടും. സോ നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു 3rd month സ്കാനിങ്ങിൽ വി ലുക്ക് അറ്റ് certain things, certain markers which are present in babies with Down syndrome. അലോങ് വിത്ത് ദാറ്റ് മദേഴ്സിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വി ഡു എ റിസ്ക് അസസ്മെൻറ്റ് വിച്ച് വിൽ കാറ്റഗറൈസ് യു ഇൻ ടു എ ലോ റിസ്ക് ഗ്രൂപ്പ് ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ്. അതിൽ ഡൗൺ സിൻഡ്രോമിൻ്റെ റിസ്ക് കുറവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് ഡൗൺ സിൻഡ്രോമിന് വേണ്ടിയൊന്നും ചെയ്യില്ല. വി ഡു എ റുട്ടീൻ അനോമലി സ്കാൻ അങ്ങനത്തെ റുട്ടീൻ വേറെ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതെ. ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ടു ഡു എ കൺഫർമേറ്ററി ടെസ്റ്റ്. കാരണം ഈ ഡൗൺ സിൻഡ്രോം പറഞ്ഞ അസുഖം ഇസ് റിലേറ്റഡ് ടു ആ ക്രോമോസോംസ്. ഇപ്പം നമ്മുടെ എല്ലാവർക്കും 46 ക്രോമോസോംസ് ഉണ്ട്. ഡൗൺ സിൻഡ്രോം ഉള്ള ബേബീസിന് ഒരു ക്രോമോസോം എക്സ്ട്രാ ആണ് ഉണ്ടാവുക. 21st പൊസിഷനിൽ ഒരു 2ന്റെ പകരം 3 ക്രോമോസോംസ് ആണ്. നമ്മുടെ ട്രൈസോമി 21 പറയാതെ. സോ ആ ക്രോമോസോമിൽ മേക്കപ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം വരുന്നത്. സോ വി കെ നോട്ട് പിക്ക് ഇറ്റ് അപ്പ് എൻറ്റയർലി ഓൺ സ്കാൻ. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വന്ന ബേബീസിൻ്റെ ടെസ്റ്റിംഗ് is what we do to confirm whether they have Down syndrome or not. അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ്, നമുക്ക് 100% കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ് ദാൻ ദ റുട്ടീൻ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു കടയിലെ സാരി പോയി മേടിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം വരും അതിന്റെ കോസ്റ്റ്. അക്സെപ്റ്റബിൾ റെഡിയാണ്. ഇപ്പോൾ അവയർനെസ് പണ്ടത്തെ കാട്ടി ഭയങ്കര ബെറ്റർ ആണ്. ഇപ്പൊ ചില പേഷ്യൻസ് വന്നിട്ട് പറയും കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഇൻഫർമേഷൻ പാസ്സായി കഴിഞ്ഞാൽ ദേ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ് ആൻഡ് ദേ ആർ റെഡി ടു ഡു ഇറ്റ്. ഇപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്തു, ഇപ്പൊ ഡൗൺ സിൻഡ്രോം ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ എന്താണ് സാധാരണ ഉണ്ടാവുന്ന റെസ്പോൺസ്? ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയോ അതോ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഫീറ്റൽ മെഡിസിനിൽ ഞങ്ങൾക്ക് ഒരു കാര്യം അവർ എപ്പോഴും പഠിപ്പിക്കുന്നത് ദ ബെസ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ് ഫോർ ദ ബേബി ആർ ദ പേരൻസ്. സോ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ നെവർ ടെൽ ദ പേഷ്യൻറ്റ് ദറ്റ് യു ഹാവ് ടു ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. ആസ് എ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ദേ വോണ്ട് ടു നോ വെദർ ദ ബേബി ഈസ് ഹാവിങ് ഡൗൺസ് ഓർ നോട്ട്. അതിനുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളവരെ ഗൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. And after that, if they want to continue, ഇപ്പോൾ കുറേ ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇൻഫാക്ട് ലാസ്റ്റ് ഡൗൺ സിൻഡ്രോംസ് ഡേ സെലിബ്രേഷനിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ദറ്റ് വെദർ യു ഷുഡ് ടെസ്റ്റ് ഓർ നോട്ട്. ബിക്കോസ് ഈ ഡൗൺ സിൻഡ്രോം ബേബീസിൻ്റെ മെൻ്റൽ IQ കുറവാണെങ്കിൽ ദേ ആർ വെരി ഗുഡ് വിത്ത് ക്രിയേറ്റീവ് സ്കിൽസ്. നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഡ്രോ ചെയ്യും. സോ വെദർ ഇറ്റ് ഈസ് റിയലി ദ റൈറ്റ് തിങ് ടു ടേക്ക് അവേ ദറ്റ് ലൈഫ്. പക്ഷേ we are nobody to decide that. It is the parents who decide that. We will do the test for them if they want to. പക്ഷേ ഒരു ഭൂരിഭാഗം ആൾക്കാർ will opt for not continuing once they come to know. അതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ നമ്മുടെ കൺട്രിയിൽ എപ്പോഴും അവയർനെസ്സും അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം അത്ര ആയിട്ടില്ല. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിങ് പിന്നെ അങ്ങോട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ നോക്കേണ്ടി വരുന്നത് അത് നമ്മുടെ ആ പേരൻസ് തന്നെ നോക്കണം. സോ ചില ആൾക്കാർക്ക് ആ എഫേർട്ട് എടുക്കുന്നത് ഫൈനാൻഷ്യലി ഇമോഷണലി വയബിൾ ആയിരിക്കും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ ഏത് രീതിയിൽ ഡിസിഷൻ എടുത്താൽ അതിൽ തെറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് യു. നിങ്ങളുടെ ഒരു മെന്റൽ ഇതുണ്ടല്ലോ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റിൽ. സോ ആസ് എ ഡോക്ടർ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് we give them time to take a decision and we support them with whatever decision they take. അതാണ് ഞങ്ങളുടെ റോൾ അതിൽ വരുന്നത്. 5th monthലല്ലേ ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത്? 5ാമത്തെ മാസം 5 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3rd month നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിൽ ഹൈ റിസ്ക് വന്നു കഴിഞ്ഞാൽ 4ാം മാസം ആകുമ്പോഴത്തേക്കും ആംനിയോസെൻറ്റസിസ് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുക. അതേതാ നമ്മുടെ ഈ ബേബീൻ്റെ ചുറ്റുലത്തെ വെള്ളം അമ്മാൻ്റെ വയർ വഴി ചെറിയൊരു സൂചി കുത്തിയിട്ട് നമ്മൾ ആ വെള്ളം പുറത്തൊക്കെ എടുക്കും. കേൾക്കുമ്പോൾ ഇറ്റ് സൗണ്ട്സ് വെരി ഒരു ബിഗ്, പക്ഷേ ശരിക്കും ഇതൊരു OP പ്രൊസീജിയറാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കൂലേ, ഇറ്റ്സ് ഓൺലി ദാറ്റ് മച്ച്. പക്ഷേ ഈ വയർ വഴി സൂചി കുത്തുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്. സോ ബേസിക്കലി ആ ഫ്ലൂയിഡിൻ്റെ അകത്ത് ഫീറ്റസിൻ്റെ ബേബീൻ്റെ DNA ഉണ്ടാവും. സോ ആ DNA നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ നോ ദ ക്രോമോസോം മേക്കപ്പ്. അപ്പോൾ ഡൗൺ സിൻഡ്രോം അതിലില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ കുറച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇതെല്ലാവർക്കും നമ്മൾ ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് ഒരു ഇൻവേസീവ് ടെസ്റ്റാണ്. നമ്മൾ ഒരു നീഡിൽ കുത്തുമ്പോൾ ദർ ഇസ് എ സ്മോൾ റിസ്ക് ഓഫ് അബോർഷൻ. യൂണിവേഴ്സലി എല്ലാവർക്കും ചെയ്യുന്നത് റിസ്ക് അസസ്മെൻ്റ് ആണ്, വിച്ച് ഇസ് ത്രൂ എ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് 3rd month സ്കാൻ.
ഹൈ റിസ്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞല്ലോ ബ്രെയിനിൻ്റെ ഈ ഒരു ഒറ്റ സാധനം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, മെൻ്റലി നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഓർഗൻസ്, ഹാർട്ട് കണ്ടുപിടിക്കാം, കിഡ്നി, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്ട്രക്ചറലി ഓക്കെ ആണോ അതോ സ്ട്രക്ചറലി ഓക്കെ ആണ് നമുക്ക് പറയാം. സോ വെൻ വി സേ സ്കാൻ ഇസ് നോർമൽ, നമ്മൾ എപ്പോഴും പറയും നമുക്കൊരു 97 to 98% അഷ്യൂറിറ്റി കൊടുക്കാം. ബിക്കോസ് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷണൽ കാര്യങ്ങൾ നമുക്ക് സ്കാനിങ്ങിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ചില അബ്നോർമാലിറ്റീസ് 5-ാം മാസത്തെ സ്കാനിങ്ങിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പൊ ബ്രെയിൻ പറഞ്ഞാൽ ബേബി ജനിച്ച ശേഷം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഓർഗൻ ആണ്. അപ്പോൾ ചില സമയത്ത് 5th month സ്കാനിങ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. 7-8 മാസം ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും വേറെ അബ്നോർമാലിറ്റി ബ്രെയിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻ സംബന്ധമായിട്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ദാറ്റ് ഹാപ്പൻസ് ഇൻ ഓൺലി അറൌണ്ട് 2 to 3% ഓഫ് ദ കേസസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു 5th month വരെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു സ്ട്രക്ചറൽ നോർമാലിറ്റി നമുക്ക് ഒരു 98% പറയാം. ഇപ്പം സ്ട്രക്ചറലി നോക്കുവാണെങ്കിൽ എന്തെങ്കിലും നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഐ മീൻ എന്തെങ്കിലും ഇപ്പം കാലിൻ്റെ വളവ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് ഇഷ്യൂസ് അല്ലെങ്കിൽ കിഡ്നീൻ്റെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് ആലോചിക്കുന്ന മുമ്പ് ഞങ്ങൾ നോക്കുക എന്താ, ആദ്യം നമ്മുടെ അബ്നോർമാലിറ്റി എന്താണ്, ആ അബ്നോർമാലിറ്റീൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാലിൻ്റെ വളവ് പറഞ്ഞു, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലെഫ്റ്റ് പാലറ്റ് ഒരു ക്ലെഫ്റ്റ് ലിപ്പ് മുറിച്ചുണ്ട്, അപ്പോൾ അതൊക്കെ സർജിക്കലി ട്രീറ്റബിൾ ആണ്. പക്ഷെ അതിൻ്റെ മുമ്പ് എപ്പോഴും നമ്മളൊരു ജെനറ്റിക് ഇവാലുവേഷൻ ചെയ്യും. ഈ നേരത്തെ പറഞ്ഞ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ബേബിൻ്റെ ചുറ്റുമത്തെ ഫ്ലൂയിഡ് തന്നെ എടുത്തിട്ട് നമ്മളതിന് DNA എടുത്തിട്ട് ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മളത് നോക്കും. കറക്റ്റബിൾ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു 2nd അല്ലെങ്കിൽ 3rd trimester ആകുമ്പോഴത്തേക്കും, ഒരു 7th month ആകുമ്പോഴത്തേക്കും നമ്മൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പേരൻസിനെ വിടും. സോ ദാറ്റ് ദേ ആർ പ്രിപ്പയർഡ്. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ് ആണെങ്കിൽ നമ്മൾ സർജൻ്റെ അടുത്ത് വിടും, പീഡിയാട്രിക് സർജൻ്റെ അടുത്ത്. സോ പേരൻസ് ക്യാൻ ഹാവ് എ ടോക്ക്. അവർക്ക് എപ്പോഴത്തേക്ക് സർജറി ഉണ്ടാവും, സർജറിക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും, അത് പോസ്റ്റ് സർജിക്കൽ കെയർ അല്ലെങ്കിൽ സർജറീൻ്റെ മുമ്പ് നമ്മുടെ ഇപ്പോൾ ബേബി ഈ മുറിച്ചുണ്ടുള്ള ബേബീസ് ആണെങ്കിൽ അവർക്ക് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഫീഡിങ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. സോ ഇറ്റ് ഗിവ്സ് ദം ടൈം ടു പ്രിപ്പയർ. പക്ഷെ അതേ സമയത്ത് ചില സമയത്ത് നമ്മുടെ സിവിയർ അബ്നോർമാലിറ്റീസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്, വിച്ച് ആർ നോട്ട് ട്രീറ്റബിൾ. ഫോർ എക്സാമ്പിൾ ജനറ്റിക് ആവാം, സ്ട്രക്ചറൽ ആവാം. ഫോർ എക്സാമ്പിൾ ബേബീൻ്റെ ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ചുറ്റും ഈ ഒരു ബോൺ ഉണ്ടല്ലോ, സ്കൽ ബോൺ ഉണ്ടാവില്ല. അപ്പോൾ ആ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫ്ലോട്ടിംഗ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ. അപ്പോൾ അങ്ങനത്തെ സിവിയർ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ആ ബ്രെയിൻ നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ സോ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവും. പക്ഷെ ആ ബേബീസ് അവസാനം വരെ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അകത്ത് ജീവിച്ചിരിക്കും, പക്ഷെ ദേ ആർ നോട്ട് കമ്പാറ്റബിൾ വിത്ത് ലൈഫ്. ഇപ്പൊ ഹാർട്ടിന്റെ ഇഷ്യൂസ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, അതാണ് ഫസ്റ്റ് തിങ്. അപ്പൊ അത് ഡോക്ടർ പറയും നോർമൽ ആണ്. അപ്പൊ നോർമൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നമ്മൾ അതിൽ ചെയ്യുന്നത്? അപ്പൊ വേറെ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കും എന്തെങ്കിലും ഹാർട്ടിന് ഇഷ്യൂ ഉണ്ടോ? അത് ഹാർട്ട് അഗെയിൻ നമ്മുടെ 3rd month 5th month ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ചില സമയത്ത് ഇപ്പോൾ ഹാർട്ടിൽ നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് ഹാർട്ടിൽ ചെറിയൊരു ഹോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതൊരു രക്തക്കുഴൽ വരുന്നത് അതിൻ്റെ വഴി മാറിപ്പോയി, അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അഗൈൻ നമ്മൾ ഇനീഷ്യലി ഒരു ജെനറ്റിക് ഇവാലുവേഷൻ ചെയ്യും. ജെനറ്റിക് ടെസ്റ്റിംഗ് ഓക്കെ ആണെങ്കിൽ ദീസ് ആർ കറക്റ്റബിൾ അബ്നോർമാലിറ്റീസ്. അപ്പോൾ നമ്മുടെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വിടും. ഈ കറക്റ്റബിൾ എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം സർജിക്കലി കറക്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കും. അതെ, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ചില സമയത്ത് ഈ കറക്റ്റബിൾ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാർട്ടിലെ ഹോൾ ഞാൻ പറഞ്ഞു, ഈ ഹാർട്ടിൻ്റെ ഹോള് ചിലപ്പോൾ ഡൗൺ സിൻഡ്രോമിൻ്റെ ബേബീസിൽ ഉണ്ടാവും. സോ നമ്മുടെ എന്താ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ അതിൻ്റെ ജെനറ്റിക് ഇവാലുവേഷൻ നോക്കണം. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഇസ് സംതിങ് വി കെൻ നോട്ട് ഡു ഇറ്റ് ഓൺ സ്കാൻ അലോൺ. സോ വൺസ് നമ്മൾ ഈ ജെനറ്റിക്സ് എല്ലാം നോർമലാണ് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സെൻഡ് ദം ടു ദ ഫർദർ സ്പെഷ്യലിസ്റ്റ്. ഇത് കറക്റ്റബിൾ ആണ്. ഇപ്പോൾ എനിക്കറിയാം ഹാർട്ടിൽ ഹോൾ മാത്രമേ ഉള്ളൂ, ഡൗൺ സിൻഡ്രോം വേറെ ജെനറ്റിക് പ്രോബ്ലംസ് ഒന്നുമില്ല. സോ നൗ ഐ നോ ഇറ്റ്സ് എ കറക്റ്റബിൾ അബ്നോർമാലിറ്റി. അപ്പോൾ ഒരു 7th month ആകുമ്പോഴത്തേക്കും they can go and meet the pediatric cardiologist. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അതിന് പ്ലസ് ബേബി പുറത്ത് വരുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ബേബി പുറത്ത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ബേബി ബ്ലൂ ആയി പോകും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ പേരൻസിന് ഭയങ്കര ഒരു ഷോക്കുള്ള ഒരു ഇതല്ലേ, ഫുൾ ടൈം അവർ 8 മാസം വരെ 9 മാസം വരെ കേട്ടു എൻ്റെ ബേബിക്ക് ഒരു കുഴപ്പമില്ല, എന്നിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണ. അതെ, നമ്മൾ റീസെന്റ് ഇതുപോലെ ഏതൊരു ബേബി ജനിച്ചപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല, അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഇത് ഓൾറെഡി നമുക്ക് ഐഡന്റിഫൈ
ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണല്ലോ എപ്പോഴും അല്ലേ? ഹാർട്ടിന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഹാർട്ട് ബീറ്റ് ഡയറിനെ പറഞ്ഞ അത് ചിലപ്പോൾ അവസാനമാകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പോയതായിരിക്കാം. നോട്ട് എക്സാക്ട്ലി റിലേറ്റഡ്. പക്ഷേ കണ്ടുപിടിക്കാം. പിന്നെ ഹാർട്ട് ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് അടിക്കുന്ന രീതിയിൽ വേരിയേഷൻസ് വരാം. അതൊക്കെ നമുക്ക് ബേബി വയറിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാം. ബേബിന് മെഡിസിൻ കൊടുത്തിട്ട് ബേബിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് റെഗുലർ ആക്കിയിട്ട്, സോ ദാറ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഈ ഹാർട്ട് ബീറ്റ് നമ്മുടെ കറക്റ്റ് സമയത്ത് അത് ട്രീറ്റ് ചെയ്ത് റെഗുലർ ആക്കിയിട്ടില്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ഹാർട്ട് ബീറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ബേബിൻ്റെ ചുറ്റും നീര് വരാം, ബേബിൻ്റെ ഹാർട്ട് ഫെയിൽ ആയി പോവാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് അഗൈൻ ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് റൈറ്റ് ടൈമിൽ അത് കണ്ടുപിടിച്ചാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് എന്തൊക്കെ പ്രോസസ്സുകളാണ് ആ ഒരു ബേബി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇതൊക്കെ ഇത്രയും സംഭവങ്ങൾ നടക്കുവാണല്ലോ അല്ലേ? ചെറിയ ഇപ്പോൾ നമ്മൾ പറയത്തില്ല പോസിറ്റീവും നെഗറ്റീവും ബ്ലഡ് ഗ്രൂപ്പ്സ് ഉള്ള ആൾക്കാർ, അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാമെങ്കിൽ പോലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് സാധാരണ നിങ്ങളത് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമോ, എങ്ങനെയാണ്? ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, സെയിം ബ്ലഡ് ഗ്രൂപ്പിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പ്രശ്നമാണോ? ആക്ച്വലി അതല്ല പ്രശ്നം. സോ കോമൺ കണ്ടീഷൻ നമ്മുടെ ഈ ഫീറ്റൽ മെഡിസിൻ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഇഫ് ദ മദർ ഇസ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ ഫാദർ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ചില സമയത്ത് അകത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് മദറിൻ്റെ ബോഡീൻ്റെ ആൻറ്റിബോഡീസ് ബേബീൻ്റെ ബ്ലഡിനെ നശിപ്പിക്കും. എല്ലാ കേസിലും അങ്ങനെ വരില്ല. എല്ലാ കേസസിലും അങ്ങനെ വരില്ല. അതായത് ഞാൻ പറഞ്ഞിപ്പം മദർ പോസിറ്റീവ് കുട്ടി നെഗറ്റീവ് ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ നമുക്ക് ഉണ്ട്, നമുക്കിപ്പോൾ പുതിയൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു NIPT എന്ന് പറഞ്ഞ പേരൻ നമുക്ക് നേരത്തെ തന്നെ ബേബിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ട് ഈ കോംപ്ലിക്കേഷൻ വരും ഇല്ലേ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്റ്റിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സോ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ കേസസിൽ നമ്മുടെ ബേബീൻ്റെ ഈ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ബേസിക്കലി ഇതിൽ ബേബിക്ക് അനീമിയ വരും. ഇപ്പം നമ്മൾ അഡൾട്ട് ഒരാൾക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ക്ഷീണം വരും, നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ അയൺ സമയത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയുടെ ചുറ്റും നീര് വരും, പിന്നെ നമ്മുടെ ഓർഗൻസ് എല്ലാം ഫെയിൽ ആവും. അപ്പോൾ ബേബീൻ്റെ ബോഡിയിൽ ഇതേ പ്രോസസ്സാണ് നടക്കുക. സോ നമ്മുടെ ഇതിവിടെ ചെയ്യുന്നത് വെച്ചാൽ സ്കാനിങ് വഴി നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. ആൻഡ് വെൻ വി ഫൈൻഡ് ദറ്റ് ദ ബേബീസ് ഹീമോഗ്ലോബിൻ ഇസ് ഡ്രോപ്പിംഗ് ബിയോണ്ട് എ സർട്ടൻ ലെവൽ, നമ്മുടെ ബേബീൻ്റെ അംബലൈക്കൽ കോഡ്, അതായത് പൊക്കൽ കുടി വഴി തന്നെ ബേബിക്ക് ബ്ലഡ് കൊടുക്കും. ലൈക്ക് ഇറ്റ്സ് കോൾഡ് ഇൻട്രാ യൂട്രൈൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വി കൻ എങ്ങനെ എത്ര സമയങ്ങളിൽ കൊടുക്കേണ്ടി വരും? കാരണം യൂഷ്വലി ഇത് ഡിപ്പെൻഡ്സ്, ഒരു 20 വീക്സിന് ശേഷമാണ് യൂഷ്വലി ഇത് കൊടുക്കേണ്ടി വരാം. പിന്നെ വി മൈറ്റ് ഹാവ് ടു ഡു ഇറ്റ് മോർ ദൻ വൺസ്. പക്ഷേ ഇത് കറക്റ്റ് ടൈമിൽ ഈ അനീമിയ നമ്മളെ കണ്ടുപിടിച്ചാൽ babies can be saved in 95% of the cases. So that is another treatable condition wherein baby വയറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാം.